സർക്കാർ കാര്യമല്ല സഹിച്ചേട്ടാ, വന്നാ വന്നു. അതെ, ആ കെമിക്കൽ ഏറ്റിയ പേസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചൂടെ? ഞാൻ ഒന്ന് പറിക്കാം. അയ്യോ എന്റെ പൊന്നു സോമ വേണ്ട. നീ കഴിഞ്ഞ ദിവസം തന്നെ ഇല കടിച്ചിട്ടെന്റെ കണ്ടനാളം മുതൽ കുണ്ടിഭാഗം വരെ കഴിച്ച് കുണം വന്നുപോയി. എന്റെ കയ്യിലേ ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്ത നല്ല ബെസ്റ്റ് ക്ലാസ് പേസ്റ്റ് ഉണ്ട്, എനിക്കത് മതി. പക്ഷെ പല്ലിന് ഇതൊക്കെ തന്നെ ബെസ്റ്റ്. ഓ വേണ്ട. എവിടെയൊക്കെയാണ് പേപ്പർ ഇടുന്നത്? അജിനോമോട്ടോളുണ്ടായവനെ. അയ്യോ ഈ കാലവടലിട്ടാണ് ഈറുകൊണ്ട് നല്ല ഉന്നോളാറാ. ഒന്ന് പോടോ. എടാ സോമ എല്ലാം പറ്റിയാറാ? ഒന്നുമില്ല, നടുവിനെ ചെറിയൊരു പിടുത്തം. ആ ഇതാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ പല്ലിന് കൊള്ളാം, എല്ലിന് കേടാ. ആ ആ എന്റെയൊക്കെ പരസ്യം വായിക്കാനല്ലേ ഞാൻ കാശ് കൊടുത്ത് പത്രം വാങ്ങുന്നത്. അമ്മേ, അമ്മേ, എന്നതാടാ? അമ്മ ഇവിടെ ഇത്ര സ്ഥലം കിടന്നിട്ട് മാവിന്റെ ചോടിലിട്ട് നമുക്ക് ചവറെത്തിക്കാൻ പറ്റത്തുള്ളോ? അത് നീ നട്ട് വളർത്തിയതൊന്നും അല്ലല്ലോ, അത് തന്നെ ഇവിടെ മുളച്ചു വന്നല്ലയോ? ഈശ്വര, എന്റെ മാവ്. ഓ ഈ തവി. ആഹാ, മാവ് പൂക്കുറ്റി പോലും പൊങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വെള്ളപ്പം എന്താണേലും കലക്കും. എന്നോട്ടാണോ അമ്മ ഓടിയത്? ഇപ്പൊ മനസ്സിലായി ഞാൻ വീടിന്റെ അകത്ത് ടൈലിടാത്ത എന്താന്ന്. ഇല്ലെങ്കിൽ നീ ഇവിടെ മുഴുവൻ ടൈലൊട്ടിച്ച് അങ്ങ് താജ്മഹലാക്കിയേനെ. ഒന്ന് പോയടേ ഇറക്ക. ആ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ ഈസ്റ്റ് അല്ലെങ്കിൽ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടാവും. ഇല്ലടാ, ഇന്നത്തെ വേലിയേറ്റത്തിൽ പൊങ്ങിയതാ. എനിക്ക് അറിഞ്ഞുകൂടെ നിന്നെ? തേങ്ങാവെള്ളവും ചെറുപഴവും അരച്ച് ചേർത്തേക്കുന്നേ. ഇനി അതിന്റെ പേരിൽ വെള്ളയപ്പം കഴിക്കാതിരിക്കണ്ട. എടുത്തോന്നോ? പുറത്ത് കൊടുത്ത 8 രൂപ കിട്ടുന്ന മുട്ട എടുത്തിട്ട് അവന്റെ പിള്ളേര് കളി. എന്നതാടാ ഇത്? ആരെ കാണിക്കാനാടാ അവന്റെ ഒരു കൃതാവ്? ഓ നോക്കണ്ട.